പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ ആക്രമിച്ച സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് തുടക്കം മുതൽ എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യം ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതിജീവിതയുടെ അടുത്ത സുഹൃത്തായ മഞ്ജു വാര്യറാണ്. ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് സംശയം പ്രകടിപ്പിക്കുകയല്ല, മറിച്ച് 2017 ഫെബ്രുവരി 19 എറണാകുളം ദർബാർ ഹാളിൽ ഗ്രൗണ്ടിൽ സിനിമാ മേഖലയിലുള്ളവർ എല്ലാം ഒത്തുകൂടിയപ്പോൾ ഉറപ്പിച്ച് പറയുകയായിരുന്നു മഞ്ജു ചെയ്തത്. അവിടെ നിന്ന് കേസ് കൂടുതൽ പുരോഗതിയിൽ ഉണ്ടായതും ദിലീപിനടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്തിയതും. കേസുമായി ബന്ധപ്പെട്ട് വാദം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെളിവുകൾ നൽകിയൊരാൾ മഞ്ജു വാര്യറാണെന്ന് പറയുകയാണ് അതിജീവിതയുടെ അഭിഭാഷക മിനി. അതിജീവിതയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ ജീവിതവും പ്രൊഫഷനും വരെ നഷ്ടപ്പെട്ട സ്ത്രീകൾ മലയാള സിനിമയിൽ തന്നെ ഉണ്ട്. മഞ്ജു വാര്യർ കേസിന് ഭയങ്കരമായ സപ്പോർട്ട് തന്നിട്ടുണ്ട്, തെളിവുകളും തന്നിട്ടുണ്ട്. അതൊന്നും എനിക്കിവിടെ പറയാൻ സാധിക്കില്ല. 8-ാം തീയതിക്ക് ശേഷം ഞാനത് പറയും. അത്രയും സപ്പോർട്ടായി ആ പെൺകുട്ടിക്കൊപ്പം മഞ്ജു നിന്നു. അവർക്ക് പലതും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞു തന്നെയാണ് അവർ നിന്നത്. നീതിക്ക് വേണ്ടി മാത്രമല്ല, പ്രൊട്ടക്ഷൻ എന്ന ഉത്തരവാദിത്തം അവർ നിർവഹിച്ചു. ഗീതു മോഹൻദാസിനും രമ്യയ്ക്കും എല്ലാം ഈ കേസിനൊപ്പം നിന്നതോടെ ലൈഫ് പോയി, പ്രൊഫഷൻ പോയി. WCC ഉണ്ടായപ്പോൾ അതിനൊപ്പം നിന്ന റീമ കല്ലിങ്കൽ, പാർവതി തുടങ്ങിയ നല്ല കഴിവുള്ള നടിമാർക്കും ചാൻസ് നഷ്ടപ്പെട്ടു. ആകെ പൃഥ്വിരാജ് മാത്രമാണ് ആദ്യം മുതൽ ഉണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരാൾ. മാറ്റി പറഞ്ഞിട്ടുമില്ല ഇതുവരേക്കും. മാത്രവുമല്ല, ഒരു സിനിമ അതിജീവിതയ്ക്കൊപ്പം അദ്ദേഹം ചെയ്തു. വേണ്ടത്ര സപ്പോർട്ടുണ്ടായിരുന്നുവോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം. പൃഥ്വിരാജിന് അഭിനയം എന്ന പ്രൊഫഷനിൽ ആ പെൺകുട്ടിക്ക് തുറന്നു കൊടുക്കാവുന്ന ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ അത് അവർ കൊടുത്തില്ല. ആരും അതിന് ശ്രമിച്ചില്ല. അവർക്ക് പ്രൊഡക്ഷൻ കമ്പനികൾ ഉള്ളതല്ലേ, സംവിധായകരെ പരിചയമുള്ളതല്ലേ. ടോവിനോയെയും അവസരം വാങ്ങിക്കൊടുത്തിരുന്നു. ലാലിൻ്റെ ഫാമിലി അതിജീവിതയ്ക്കൊപ്പം ഉണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിഫലം വാങ്ങിയിട്ടില്ല. ഈ സൊസൈറ്റിയിലെ ചെറിയ വിഭാഗങ്ങളിൽ എങ്കിലും നമ്മുടെ സഹായം കിട്ടണം. ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണം. അവർ തെറ്റ് ചെയ്തുവെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. തെളിവുകളെല്ലാം കണ്ടതാണല്ലോ എന്നും മിനി പറയുന്നു. ഈ സംഭവത്തിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായും പിന്തുണ നൽകുക എന്നത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുമാത്രമല്ല, ഒരു സ്ത്രീക്ക് വീട്ടിനകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടുന്നതിനുള്ള അർഹതയും ഒരു സ്ത്രീക്കുണ്ട് എന്നായിരുന്നു മഞ്ജുവിൻ്റെ വാക്കുകൾ. ദിലീപിനെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെയാണ് മുൻ ഭാര്യ കൂടിയായ മഞ്ജു വാര്യർ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് തറപ്പിച്ച് പറയുന്നത്. അപ്പോൾ തന്നെ ദിലീപിന് നേരെ സംശയക്കണ്ണുകൾ ഉയരുകയും ചെയ്തിരുന്നു. കേസിൽ പ്രതികളായവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങളും.